ഹലോ! എല്ലാർക്കും സുഖാണല്ലോ? അപ്പൊ ഇന്നൊരു കുഞ്ഞു വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് 2 പരിപാടികളുണ്ട്. ഒന്ന് വല്യമ്മയുടെ മോന്റെ വീട് കാഴ്ചയും, രണ്ടാമത് ബർത്ത്ഡേ പാർട്ടിയും ഉണ്ട്. അപ്പൊ വീട് കാഴ്ച എന്ന് പറയുമ്പോ കല്യാണത്തിന്റെ മുന്നേള്ള ചെക്കന്റെ വീട് കാണാൻ വേണ്ടി പെൺകുട്ടിയുടെ വീട്ടിന്ന് കുറച്ച് പേര് വരും. ആ ഒരു ചടങ്ങാണ്. അങ്ങനെ വലിയൊരു ഫംഗ്ഷനൊന്നുമല്ല. അപ്പൊ ഞാൻ സാരി ഉടുത്ത് പോയാലോന്ന് ഇങ്ങനെ ആലോചിച്ചു. പിന്നെ നോക്കുമ്പോ നല്ല മഴയും രണ്ടാമത് ജലദോഷവും പനിയൊക്കെ വരുന്ന പോലെ ശരീരത്തിനൊരു ഉഷാറില്ല. അപ്പൊ ഞാൻ ചുരിദാറന്നെ ഇട്ടിട്ട് പോവാന്ന് വിചാരിച്ചു. എനിക്കിഷ്ടപ്പെട്ട ചുരിദാറന്നെ ഞാനപ്പൊ അത് മതീന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാന് നീർദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ പച്ചരിയും തേങ്ങയും കൂടെ അരച്ചിട്ട് അതില് കുറച്ച് ഉപ്പും ചെറിയുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ആണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. ഇതിലിപ്പോ ചെറിയുള്ളി ഇട്ടിട്ടില്ല. വേപ്പില മാത്രേ ഉള്ളൂ. അങ്ങനെ നീർദോശ ഉണ്ടാക്കി. പിന്നെ അതിലേക്ക് ഒരു ചമ്മന്തിയും കൂടെ അരച്ച് ഞങ്ങള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ ഒരു പണിക്കും നിന്നിട്ടില്ല. വേഗം കുളിച്ച് പുറപ്പെട്ട് ഞങ്ങള് പോയി. ഇതിപ്പോ മലപ്പുറം ജില്ലയിലെ കുന്നക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അങ്ങനെ ഞങ്ങള് കുന്നക്കാവിലെത്തി. അപ്പൊ നല്ല ഭംഗിയുണ്ടല്ലേ ശ്രീകൃഷ്ണന്റെ വിഗ്രഹം കാണാൻ. അപ്പൊ ഇത് അവരുടെ തറവാട് വീട്ടിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടക്കുന്നത്. വല്യമ്മയ്ക്ക് അവിടെ അപ്പുറത്ത് പുതിയൊരു വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ പച്ച സാരി ഉടുത്തിരിക്കുന്ന ആളാണ് വല്യമ്മ. വല്യമ്മയെ കുറിച്ച് പറയുകയാണെങ്കില് ഞാൻ ചെറിയ മോൻ ദേവൂട്ടനെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് എന്റെ കൂടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് വലിയൊരു സഹായമായിരുന്നു അത്. പിന്നെ വല്യമ്മയുടെ മക്കളും എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അമ്മയും ചേച്ചി അനിയനും അനിയന്റെ വൈഫൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അനിയന്റെ മോൻ ദാ അച്ചൂട്ടനും ദേവൂട്ടനും കൂടെ ഗംഭീര കളിയൊക്കെ തുടങ്ങി. ദേവൂട്ടന് എന്താന്നറിയില്ല അവിടെ വയസ്സായ ഒരു അമ്മയെ കണ്ടപ്പോ ആ അമ്മയെ തന്നെ നോക്കി അങ്ങനെ ഇരിക്കായിരുന്നു. അത്രയും പ്രായമായിട്ടുള്ള തലമുടിയൊക്കെ നരച്ചിട്ട് ഒരാളെ ആദ്യമായിട്ട് കാണുന്ന പോലെയാണ്. അപ്പൊ അങ്ങനെ അവര് രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഗസ്റ്റ് ഒക്കെ എത്തി. അപ്പൊ ഞങ്ങള് ചെറിയൊരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ഓരോ ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പൊ പന്തലിലേക്ക് ചിരിച്ചു വരുന്ന ആ നീല ഷർട്ടുള്ള ആളാണ് വല്യമ്മയുടെ മോൻ, കല്യാണ ചെക്കൻ. അപ്പൊ നല്ലപോലെ ഒരു വീഡിയോ, ഫോട്ടോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ചടങ്ങുകളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു. പിന്നെ അടുത്ത ചടങ്ങായിട്ടുള്ള ഫുഡ് കഴിക്കൽ പരിപാടിയാണ്. ചിക്കൻ ബിരിയാണി, ചിക്കൻ ചില്ലി പോരാത്തതിന് പായസം ഉണ്ടായിരുന്നു, സേമിയ പായസം. അങ്ങനെ അതൊക്കെ കഴിച്ചു. അച്ചൂട്ടൻ അതവിടെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് നല്ല ഇഷ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വല്യമ്മയുടെ വീട് പണി നടക്കുന്നിടത്തേക്ക് പോയി. അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാടോ ഏരിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലായിരുന്നു. പിന്നെ ഇത് വല്യമ്മയുടെ മോളാണ്. ഞാനും വല്യമ്മയുടെ മോളും ഞങ്ങള് ഒരേ പ്രായക്കാരാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്കന്നെ പോന്ന്. കുറച്ച് നേരം കൂടെയൊക്കെ അവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ട് എല്ലാരോടും ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് തിരിച്ചു പോന്നു. തിരിച്ച് വീട്ടിലെത്തിയപ്പോ എല്ലാവർക്കും ഭയങ്കര ക്ഷീണം, തലവേദനയൊക്കെയാണ്. അപ്പൊ ഞങ്ങള് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ വൈകീട്ട് ബർത്ത്ഡേ ഫംഗ്ഷന് പങ്കെടുക്കാന്ന് വിചാരിച്ചു. ഫംഗ്ഷനൊക്കെ പകല് നല്ല സൂപ്പറായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങള് പോണല്ലോ. അപ്പൊ ഇത് വിശ്വാട്ടന്റെ ഏട്ടനാണ്. കുഞ്ഞുട്ടിയേട്ടൻ എന്ന് പറയും. മൂപ്പരുടെ 80ാം പിറന്നാളിന്റെ ആഘോഷാണ്. അപ്പൊ ഞാൻ ഈ ഏട്ടനെ പറ്റിയിട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൃഷിക്കാരനാണ്. ഇടയ്ക്ക് കൊണ്ടുവന്ന് തരുന്നൊക്കെ ഒരു ഏട്ടനെ പറ്റിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടാണ്. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കണല്ലോ. അപ്പൊ വാങ്ങിക്കാൻ വേണ്ടി വിശ്വാട്ടൻ ടൗണിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും 7 മണി 7:30 ആയി. അപ്പൊ പിന്നെ ഏതായാലും ഇനിയിപ്പോ രാത്രി ഫുഡ് അവിടുന്ന് കഴിക്കാന്ന് വിചാരിച്ച് ഞങ്ങള് അവരെ വീട്ടിലേക്ക് പോയി. വീടെത്തിയപ്പോ ദാ വീട് നിറച്ച് ചിരാതൊക്കെ കത്തിച്ച് വെച്ച് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ ഞാന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. പിറന്നാൾ ആശംസകളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ചെറിയ മോന്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. ബാക്കി കാര്യങ്ങള് ഫുഡ് കഴിക്കലൊക്കെ അവരുടെ വീട്ടിൽ വെച്ചിട്ടാ ഉണ്ടായിരുന്നത്. അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പൊ അവിടെ കുഞ്ഞുട്ടേട്ടന്റെ മൂത്ത മോൻ നാടകത്തിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ആളൊരു ആർട്ടിസ്റ്റ് ആണ്. നാടക ട്രൂപ്പില് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വക ഒരു ഗാനമേള സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് പാട്ട് കുഞ്ഞുട്ടിയേട്ടൻ തന്നെയാണ് പാടിയത്. അവരൊരു ഭക്തി പാട്ടാണ് പാടിയത്. ശബരിഗിരിനാഥാ സ്വാമി ശരണമയ്യപ്പ. കുഞ്ഞുട്ടിയേട്ടൻ രണ്ടുപേരും മാത്രമേ പാടിയുള്ളൂ. പിന്നെ ബാക്കി എല്ലാവരും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് മക്കളും മരുമക്കളും എല്ലാരും കൂടെ നല്ല സൂപ്പറാക്കി. അപ്പൊ പുറത്ത് പാട്ട് കേൾക്കുമ്പോ ഉള്ളിലിരുന്ന് ദേവൂട്ടൻ ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ അവന് ഞാൻ ചോറൊക്കെ കൊടുത്തു. അവിടെയും ചിക്കൻ ബിരിയാണി തന്നെ ആയിരുന്നു. പായസം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവന് ഊണ് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞങ്ങളും ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ നാടക ട്രൂപ്പേരുടെ വക കുഞ്ഞുട്ടിയേട്ടന് ഒരു പൊന്നാടയൊക്കെ അണിയിച്ചു. അതുപോലെ അവരുടെ വക ഒരു ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല സംഭവം നല്ല സൂപ്പറായി. ഞങ്ങൾ ഇത്തിരി നേരം കൂടെ അതൊക്കെ കണ്ടങ്ങനെ ഇരുന്ന്. പിന്നെ പിറ്റേ ദിവസം സ്കൂളൊക്കെ ഉള്ളത് കാരണം ഞങ്ങള് പിന്നെ തിരിച്ചു പോന്നു. പക്ഷെ അവരുടെ പാട്ടൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
അപ്പൊ എന്റെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇന്ന് നല്ല സൂപ്പറായിരുന്നു. കാരണം ഉച്ചയ്ക്ക് ഫുഡ് പുറത്തുന്ന്, രാത്രി ഫുഡ് പുറത്തുന്ന്, ഇന്ന് വീട്ടിലൊന്നും വെക്കേണ്ട പണി ഉണ്ടായിരുന്നില്ല. എന്നും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ ആശിച്ചു. എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞാന് കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്. കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആവണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.